നമസ്കാരം. മാസപ്പടി കേസിൽ അന്വേഷണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്കും കുടുംബത്തിലേക്കും നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഇ.ഡി. കൊച്ചി സോണൽ ഓഫീസിൽ 9 മണിക്കൂറോളം വീണയെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ വീണ പറഞ്ഞ ചില കാര്യങ്ങൾ പിണറായിക്ക് കുരുക്കാവുന്നതാണ് സൂചന. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് മനസ്സറിവില്ല എന്നാണ് വീണ ഇ.ഡിയോട് വ്യക്തമാക്കിയത്. എങ്കിൽ ആരാണ് ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. വീണയുടെ പേരിൽ കുടുംബത്തിലെ മറ്റാരെങ്കിലും ഇടപാടുകൾ നടത്തിയോ എന്നാണ് ഇ.ഡി അന്വേഷിക്കുന്നത്. വീണയുടെ മൊഴി സത്യമെങ്കിൽ കുടുംബത്തിലെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതായി വരും. അത്തരം സാഹചര്യമുണ്ടായാൽ രാഷ്ട്രീയ രംഗത്ത് വൻ പ്രതിഫലനമുണ്ടാകും. CMRL എക്സാലോജിക് ഇടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ ഉടൻ തന്നെ ഇ.ഡിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. രേഖകൾ ലഭിച്ച ശേഷം കാര്യങ്ങൾ വിശദമായി വിലയിരുത്തും. അതു കഴിഞ്ഞായിരിക്കും ഇ.ഡിയുടെ അടുത്ത നടപടി ഉണ്ടാവുക. CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ, മക്കളായ ശരൺ, ഷിബി എന്നിവരെ കഴിഞ്ഞ ദിവസം ഇ.ഡി ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നും റെയ്ഡിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു വീണയെ ബുധനാഴ്ച ചോദ്യം ചെയ്തത്. 172 ചോദ്യങ്ങൾക്കാണ് ഇ.ഡി വീണയോട് ഉത്തരം തേടിയത്. കമ്പനികളുമായി 2017-21 2.78 കോടി രൂപയുടെ കൺസൾട്ടൻസി ഫീസ് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യം എന്നായിരുന്നു വീണയുടെ മറുപടി. എന്തു സേവനമാണ് വീണയുടെ കമ്പനി CMRLന് നൽകിയതെന്നും മറുപടി പറയാൻ വീണയ്ക്ക് ആയില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനായിരുന്നു ഇ.ഡിയുടെ ശ്രമം. വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ പണമിടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. വീണയുടെ ഉടമസ്ഥതയിലുള്ള അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടുകൾ മുമ്പ് തന്നെ പൂട്ടുകയും അതിലെ വിവരങ്ങൾ മുഴുവൻ ബാങ്കുകൾ തന്നെ ഡാറ്റയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തതായാണ് നിലവിലെ വിവരം. ഏതായാലും വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചത് കേസിൽ വീണയ്ക്ക് കടുത്ത നിയമക്കുരുക്കാകാനാണ് സാധ്യതയെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വീണയുടെ ലോക്കറുകൾ കഴിഞ്ഞ ദിവസം ഇ.ഡി പരിശോധിച്ചിരുന്നു. ലഭിച്ച രേഖകൾ ഇ.ഡി പരിശോധിക്കുകയാണ്. കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്ത് പിഴവൊന്നും പറ്റാത്ത വിധത്തിൽ പഴുതുകളടച്ചുള്ള നീക്കങ്ങളാണ് ഇ.ഡി നടത്തുന്നത്. കൊച്ചി സോണൽ ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച എത്തി ഇ.ഡി ഡയറക്ടർ ഇക്കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു.